ആയിരുന്നു. ലൈക്ക് ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറൊരു രീതിയിൽ അവർ എടുത്തേക്കുന്ന മ്യൂസിക് ആവട്ടെ, ഫാമിലി ഡ്രാമ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലി ഡ്രാമ, നല്ല അടി സീൻസ് എല്ലാം ഉണ്ട്. നല്ല രസമായിട്ടാണ് ചെയ്തു. ആളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തു. ഡിഫറെന്റ്, കുറെ നാൾക്ക് ശേഷം ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ഭയങ്കര ബോൾഡായിട്ട്. അതെ ഡെഫിനറ്റ്ലി. നമ്മളുടെ എല്ലാ സോങ്സ് ഇപ്പോൾ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ കേൾക്കുമ്പോഴാണ് അതിന്റെ ഫുൾ എഫക്റ്റ് കിട്ടുക. നൈസ് മൂവി, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെന്താ ഹക്കീം അടിപൊളി. പിന്നെ ഹരിശ്രീ അശോകൻ സാറ്, സോനയാണെങ്കിൽ, ബിബിൻ പെരുമ്പള്ളി, എല്ലാവരും നന്നായിട്ടുണ്ട്. നൈസ് എക്സ്പീരിയൻസ്. ആ ഫൈറ്റ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നന്നായിട്ടുണ്ട്. മലയാള സിനിമ ഭയങ്കര ഇതാണല്ലോ അവരുടെ, എല്ലാ പടങ്ങളും ഗംഭീരമാണ്. ഇറ്റ്സ് എ നൈസ് മൂവി. ഒരു വ്യത്യസ്ത അടിപ്പടമാണ് അത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. അടിപൊളിയായിട്ടുണ്ട്. വില്ലനിസം രണ്ടുപേരും, മെയിൻ വില്ലനും മറ്റേ പോലീസായിട്ട് ബിബിൻ ചേട്ടനും, എല്ലാവരും രസമായിട്ടുണ്ട്. ഹക്കീമിന്റെ ഫൈറ്റ് ആണ് എടുത്തു പറയേണ്ടത്. അടിപൊളി. മേക്കിംഗ് ഒക്കെ രസമുണ്ട്. ആ ഒരു ലോറിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഗൂസ് ബംസ് വരുവാണ് കടകൾ. അടിപൊളി. നല്ല മൂവിയായിരുന്നു. നല്ല അടിപൊളി മൂവിയാണ്. ഫസ്റ്റ് ഹാഫിനെക്കാളും കുറച്ചുകൂടി നല്ല ഒരു ഇടി പടം തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. ഹക്കീം പറയേണ്ട ഒരു കാര്യം തന്നെ, ഹക്കീമിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫസ്റ്റ് മൂവിയാണ് നായകനായിട്ട് വരുമ്പോൾ ആളുടെ ഫൈറ്റ് സീനൊക്കെ ഒരു രക്ഷയിൽ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരും. കണ്ടോ? ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച്. താങ്ക് യു. എന്താ പറയാ, അടിച്ചുപൊളി പടാ. എന്താ പറയാ, അടിച്ചുപൊളി, എന്താ പറയാ, തല്ലൂടിയൊക്കെ ആയിട്ട് ഇറക്കണ നല്ല കിണ്ണം കാഴ്ച പിള്ളേർക്ക് പറ്റിയ പടാ. ഇഷ്ടമായി, എനിക്കിഷ്ടമായി. എൻ്റെ ഫ്രണ്ടിലെ പിള്ളേർ നല്ല അടിപൊളി പിള്ളേരാ. അവർ നേരത്തെ ഒന്ന് ഇത്തിരി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഞാനും കരുത്തില്ല ഞാൻ. പക്ഷെ നല്ല രസമുണ്ട്. ഒരു ആക്ഷൻ, പക്ക ആക്ഷൻ മൂവി. എല്ലാവരും മസ്റ്റ് വാച്ച്. അടിപൊളി, നല്ല പരിപാടിയായിരുന്നു. സൂപ്പർ പടമാണ്. അടിപൊളി പടം, നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. 2024 സജിൽ മമ്പാട് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറുടെ ഒരു ഉദയമാണ്. അതുപോലെ ഹക്കീമിൻ്റെ നൈസ് പെർഫോമൻസ്, ആക്ഷനാണ്, അതുപോലെ ഇമോഷണൽ ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ബൈ. നല്ല സിനിമയായിരുന്നു. കുറേ കൊല്ലങ്ങളായിട്ട് നാട്ടിലേക്ക് പോയൊരു ഫീലിംഗ്. അടിപൊളി, എല്ലാവരും കാണണം. താങ്ക് യു. പിന്നെ ഷുവറായിട്ട് ഫാസ്റ്റ് മൂവിയാ. നന്നായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളി. പിന്നെ ട്വിസ്റ്റ് സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ട്. അടിപൊളിയാ. ഹാഫ് ടൈമിന് ശേഷം സെക്കൻഡ് ഹാഫ് പൊളി. അടിപൊളി. മ്യൂസിക്, ഫൈറ്റ്, അടിപൊളി പടം. ഐ മീൻ ഗുഡ് ഡയറക്ഷൻ, നല്ല സ്റ്റോറി, എൻഗേജിങ്, വെരി എൻഗേജിങ്. തീം ഇസ് ഡൺ ഭയങ്കര നല്ലതായിട്ട്. പിന്നെ പുതിയതായിട്ട് ഫൈസ് ഓൾസോ ഡൺ റിയലി ഗുഡ് ജോബ്. ഹക്കീം ഷാജാൻ്റെ പിന്നെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സോ വെരി ഗുഡ് ഫിലിം. താങ്ക് യു. നല്ല മൂവിയാ, നല്ല ബീജിയം, ലൈക്ക് പവറാ. നല്ല സൂപ്പർ പടം.